ഓ അലാറം അടിക്കുന്നുണ്ട്. അടിച്ചോണ്ടേയിരിക്കും മക്കൾക്ക്. സമയം എത്ര മണിയായി? 6 മണി. ഓ നടക്കാൻ പോവാ. നേരം വൈകല്ലോ. മഴ പെയ്യാണെങ്കിൽ ഇന്ന് പോകണില്ല. പുറത്ത് മഴ പെയ്യണ്ടോ എന്തോ. സൗണ്ട് ഫാൻ കറങ്ങണേ ഒന്നും കേൾക്കില്ല. നടക്കാണ്ടിരുന്നാലേ ഒരു സുഖം കിട്ടില്ല. മഴ വലിയ കാര്യമൊന്നുമില്ല, വലിയ കാര്യമില്ല, പെയ്യൊന്നുമില്ല. ശരീരമൊക്കെ ഒരു ഇത് നടന്നില്ലെങ്കിൽ എന്തോ പോലെ ബുദ്ധിമുട്ട് പോലെ തോന്നും. നടന്നു വന്നാ കുഴപ്പമില്ല. പൂക്കാൻ്റെ ഇവിടെ എന്താ പോലെ പണി നടക്കണ്ട? കുറെ നേരം എന്തിനൊക്കെ ഭയങ്കര തട്ടലും പിട്ടലും ബഹളമൊക്കെ ആയിരുന്നല്ലോ. എന്തായാലും അതുവരെ പോയിട്ടൊന്ന് നോക്കട്ടെ. ഇവർക്ക് കൊടുന്നത്ര കാശ്. ദേ പുതിയ കാറൊക്കെ മേടിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ. എന്ത് പൊന്നിയത്! ഇവർക്ക് എന്താ പോലെ പണം കാക്കിന് മരണ്ടാ? എന്താ വീടൊക്കെ കാണിച്ചു കൂട്ടിക്കണ്, മതില് കെട്ടി ഗേറ്റ് വെച്ചു. എവിടെന്നാ അവർക്ക് ഇത്ര പൈസ ഞാൻ ആലോചിക്കുന്നു. ഇത്ര പെട്ടെന്ന് പണക്കാരായി അവര്? വല്ല ലോട്ടറി അടിച്ചിട്ടുണ്ടാവോ? അമ്മോ, എന്തൊക്കെ പറയണേ! ഇന്നാള് ഞാൻ ഇതിൽ പോകുമ്പോ കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ ഇപ്പൊ കാറ്, പുത്തൻ പുതിയ കാറ്. ഓ ആരും കാണാനില്ല. ഓ കട്ട വിരിക്കാന് കട്ടയും കൊണ്ട് വെച്ചിട്ടുണ്ടാ. എന്റെ പൊന്നെ, ഇവർക്ക് വിടുന്നാ? ഇവർക്ക് വലിയ ലോട്ടറി അടിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എന്താ യോ സെബീൻ തട ഭാഗ്യം. പടച്ചോനെ, ഇത്ര പെട്ടെന്നതായ അവര്. ഓ കാറ് മേടിച്ചതാണേ. നമുക്ക് കാറ് നിന്ന് കാണാൻ തന്നെ പറ്റുള്ളൂ. നമുക്ക് കാറിലൊക്കെ പോകാനുള്ള ഭാഗ്യം ഉണ്ടാ? നമ്മുടെ അവിടെ ഉണ്ടല്ലോ ഒരു സാധനം, പേര പോലും ഒന്നും ശരിയാക്കിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്ത് കുറ്റും കുസും കൊടുത്തതാണ്. ഇതൊക്കെ കായ്ക്കണം നമ്മുടെ വീട്ടിൽ മുറ്റത്താണാവും. ഇത് അസുഖം കൂടുതലാണ്. ആ എന്താണ് ശേഷം പെട്ടെന്ന് പോന്നിരിക്കുന്നത്? ഒന്നുമില്ല ഫുർക്ക. ഞാൻ വീടൊക്കെ ഒന്ന് കണ്ടപ്പോഴേ ഒന്ന് നിന്നിട്ട് ഇങ്ങനെ നല്ല നോക്കുക. ഇഷ്ടപ്പെട്ട് വീട്. ഇത് കാറൊക്കെ മേടിച്ചില്ലേ? നല്ല പുത്തൻ പുതിയ കാറ്. ഇഷ്ടമായി കളറ്. പണി നടക്കണ്ടില്ലേ ഫുർക്ക വീടൊക്കെ? ഇതേ കട്ടപ്പണി ചെയ്യാൻ പോവാ. ഇനിയിപ്പോൾ എന്തൊക്കെ അറിയണം? എല്ലാം ചോദിച്ചു മനസ്സിലാക്കിയിട്ട് വീട് വാങ്ങാൻ പോണ പോലെ. അതെ, പണി റൂമും മേലേക്ക് ഒരു റൂം എടുക്കണം. പിന്നെ കട്ടപ്പണി, കുറച്ച് മതിൽ പണി ഇതൊക്കെ ഉണ്ടല്ലോ. കുറേ ആയി ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും പണി തുടങ്ങാം. ഇനിയിപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ പണി തുടങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം അതിൻ്റെ ഉള്ളിൽ പണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കാർ എടുത്തിട്ട് 1 മാസം കഴിഞ്ഞില്ലേ? എപ്പോഴാണ് അറിയണല്ലോ? 1 മാസമായാ കാർ എടുത്തിട്ട്? നമ്മളറിഞ്ഞില്ല. എപ്പോഴാണ് ഞാൻ അറിഞ്ഞത്? ഇതില് വന്നപ്പോ ഒന്ന് നോക്കിയപ്പോഴേ കാറ് നിക്കണ കാണുന്നു. അല്ല, നിങ്ങക്ക് എവിടുന്ന് എത്ര പൈസ? ഇതൊക്കെ ചെയ്യണ്ടല്ലോ. അല്ല, നിങ്ങക്ക് വല്ല ലോട്ടറി അടിച്ചാ? ലോട്ടറി അടിക്കണമെന്ന് തന്നെ വേണോ? ഇത് അധ്വാനിച്ച് സമ്പാദിച്ച പൈസ തന്നെയാണ്. അത് നമ്മൾ മെല്ലെ മെല്ലെ കുറേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചോര നീരാക്കിയിട്ട് അധ്വാനിച്ച പൈസ ആണ്. അല്ലാതെ കട്ടിട്ട് വന്നതോ ലോട്ടറി അടിച്ചതൊന്നുമല്ല. ലോട്ടറി അടിച്ചാൽ മാത്രം ചെയ്യണമെന്നൊന്നുണ്ടോ? അധ്വാനിച്ച പൈസ ആയാലും നമുക്ക് വീട് പണിയൊക്കെ ചെയ്തുകൂടെ? അതെന്താ ഇങ്ങനെ പറയണത് ഇപ്പോൾ? അയ്യോ, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞല്ലിക്കാ. ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോ പുതിയ കാറ് കണ്ടപ്പോ ഒന്ന് നോക്കിപ്പോയതാ. ഞാൻ പോട്ടെ. അതെ, കുറേ നേരമായി. പിള്ളേരെ അവിടെ കിടന്ന് തിരക്കുണ്ടാവും. ശരി എന്നാ. ഓ, ഇങ്ങോട്ട് കണ്ടിട്ട് വന്നതാ. എന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ നോക്കിയതും തെറ്റായി പോയി ഒരാൾക്ക്. അസൂയ തന്നെ. അതുകൊണ്ട് പിന്നെ എന്താ പറയാ ഇതിനൊക്കെ? നിങ്ങളെന്തീ മഴ വരുമ്പോ നനയ്ക്കാൻ നിക്കണേ? ഇങ്ങോട്ട് വന്നേ, ചായ കുടിക്കുന്ന. നല്ല കൂറ്റ മഴ വരുന്നുണ്ട്. ചായ കുടിക്കാം. അതേ, ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം അത് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ വീട് പണിയുന്നു, കാറ് മേടിച്ചു, അത് മേടിച്ചു, ഇത് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം. അപ്പോൾ നടക്കാൻ വന്നതാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യം? ഇപ്പോൾ നടക്കാൻ വന്നതാണ്, അത് ഇതൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ അത്ര നേരം അവിടെ നിന്നിരുന്നത്. ഏതാ യേസു, നിങ്ങളെന്താ അങ്ങനെയൊക്കെ പറയണേ? അത് നമ്മളൊരു കുടുംബാണെന്ന്. അസുഖ കുസുമ്പ് എന്നൊക്കെ ഇങ്ങനെ പറയണ നിങ്ങള്? അങ്ങനെയൊന്നും പറയല്ലേ.
അവളൊരു പാവാ. എല്ലാ ആര് പാവം ഐസുവാ. ഞാൻ അവിടെ നിന്നിട്ട് വെള്ളം പൈപ്പ് കൂട്ടാൻ പോയപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുക. കാറ് വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി ഇങ്ങനെ നോക്കുക. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇതാരാണ് ചോദിച്ചപ്പോൾ പറയുന്നുണ്ടല്ലേ, എവിടെ നിന്ന് എത്രയും കാശ്, ഇതൊക്കെ പണിയാ, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ലോട്ടറി അടിച്ചോ എന്നൊക്കെ ചോദിക്കും. കുസുമ്പില്ലാണ്ട് ചോദിക്കും. അങ്ങനെ ഈ പാവം എന്ന് പറഞ്ഞ ആളാണ് ഇതൊക്കെ ചോദിച്ചത്. അപ്പോൾ ഒരാൾ ഇതൊക്കെ വീട് കെട്ടുന്നു, കാറുണ്ട്, ബൈക്ക് മേടിച്ചു, അതൊക്കെ ഉണ്ടെന്ന് ചോദിക്കൽ തന്നെ. എവിടുന്ന കാശ് കട്ടിട്ട് കയറ്റുന്ന പോലെയാണ് അവർ ചോദിച്ചത്. നിങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ പറയണേ? അവള് ഇതിൽ നടക്കാൻ പോയപ്പോൾ പെട്ടെന്ന് കാറ് കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് നോക്കിപ്പോയതാവും. അല്ലാണ്ട് അവൾക്ക് കുശുമ്പും കുന്നായ്മയും വെച്ചിട്ടല്ല അവള് നോക്കിയത്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ അവളെ. അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന്. പാവമാണ്. ഒരാളെ നമ്മൾ പെട്ടെന്ന് അങ്ങനെയൊന്നും കാണാൻ പാടില്ല. ആയിക്കോട്ടെ, എന്തായാലും നിങ്ങളെ ബന്ധമല്ലേ. എൻ്റെ ബന്ധമായതുകൊണ്ട് നീ എന്നെ സപ്പോർട്ട് ചെയ്തല്ലേ പറയുള്ളൂ. അതങ്ങനെ തന്നെയാന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ചോര തന്നെയാ. അങ്ങനെ പറയാൻ പാടില്ല. ഒരാൾ വന്നിട്ട് ഇപ്പം അവിടെ നിന്നിട്ട് ഇങ്ങനെ കാറിൽ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോഴേക്കും നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചോര ബന്ധമാ? അതെങ്ങനെ നിന്റെ ചോര എങ്ങനെ ബന്ധമായിട്ട് വരും? എനിക്കറിയില്ല. അതെങ്ങനെ വരിക? അതെൻ്റെ ഉമ്മാടെ, എൻ്റെ കുഞ്ഞുമ്മല്ലേ, എൻ്റെ കുഞ്ഞുമ്മാടെ മോളുടെ 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 മോളാണ് തോന്നുന്നത്. അപ്പം എനിക്ക് ചെറിയൊരു ബന്ധം ഉണ്ടാവുമല്ലോ, രക്തബന്ധം എന്നാ പറയാ. എന്താ എൻ്റെ ഉമ്മാടെ വഴിയിലുള്ളതല്ലേ, അതുകൊണ്ട് ഒരുപാട് അകന്നതൊന്നുമല്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാം. എത്ര നിങ്ങൾ എന്ത് ബന്ധം എന്തുണ്ടെങ്കിലും കൂടുതൽ ഇങ്ങോട്ട് അടുപ്പിക്കാൻ നിൽക്കണ്ട. അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട് മുഴുവനും അറിയണം ഓരോ കാര്യങ്ങൾ, അവരുടെ പൈസ കിട്ടിയെന്നൊക്കെ. എന്തിനു പേര് നിൽക്കണം, കൂടുതൽ അടുപ്പിക്കണ്ട, അത്ര തന്നെ. വരുമൊന്നുമില്ല. അത് ഇന്നിപ്പോൾ അങ്ങനെ പോയപ്പോൾ അതൊന്ന് നോക്കിയതാവും. അല്ല, ഇതവരെ ഐസുതാത്തല്ലേ? ഇത് വന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത എല്ലാം അറിയണം. ലോകവിവരം അറിയണം, എവിടേക്ക് പോണി, എന്താ കാട്ടണം, എല്ലാം ഇതിനെ അറിയണം. അടച്ചോനെ ഇതെന്തൊപ്പിച്ചിട്ടോ പിന്നാണോ? അല്ല, മുറ്റത്ത് ഇന്നലെ ഞാൻ കാറ് കണ്ടതാണല്ലോ. കാറ് കാണാനില്ലല്ലോ. എല്ലാവരും ഇവിടെ പോയി മോനെ, ആരെയും കാണാനില്ലല്ലോ. മോൻ മാത്രം തന്നെ ഉള്ളൂ. ഇവിടെ ആരും ഇല്ലാ. അവര് കാറായിട്ടേ ഉമ്മ ഇപ്പം സാധനം മേടിക്കാൻ പോയിക്കാ. ഞങ്ങള് സാധനം കഴിഞ്ഞാലേ എല്ലാം കൂടി ഒരുമിച്ച് പോയി മേടിക്കുക. അപ്പൊ അതിനുവേണ്ടി രണ്ടുപേര് കാറായിട്ട് പോയതാ. ആണോ? അയ്യോ, ഞാൻ ഇന്നലെ ഇതില് വന്നപ്പോ അവളെ ഒന്ന് കാണാന്ന് വെച്ചിട്ട് വന്നതാ. ഇത്തിരി നേരം എന്റെ ഉപ്പയായിട്ട് വർത്താനം പറഞ്ഞു നിന്നപ്പോ നേരം വൈകി മോനെ. ഞാൻ എങ്ങനെ പോയായിരുന്നു. അപ്പൊ ഒന്ന് കണ്ട് 4 വർത്താനം ഒന്ന് കണ്ടിട്ട് കൊറേ കാലമായി. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുക, വിശേഷങ്ങൾ അറിയാന്ന് വെച്ചിട്ട് വന്നതാ. അയ്യോ, സാധനങ്ങൾ വാങ്ങാൻ പോയതാണല്ലേ? മാസക്കണക്കിലുള്ള സാധനങ്ങളാ നിങ്ങൾ മേടിക്കുക? ഞങ്ങളും മാസക്കണക്കിലുള്ള സാധനങ്ങളാണ് മേടിക്കുക. വീട്ടിലേക്ക് കഴിയുമ്പോഴായിരിക്കും പിന്നെ പോവുക. നീ ഇപ്പൊ നല്ല മഴയല്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ മോനെ? ഈ മാസത്ത് കർക്കിടം എന്ന് പറഞ്ഞാലേ ദുർക്കടം എന്ന് പറയാ. കർക്കിടക മാസം വന്നാൽ ദുർക്കടം വന്നെന്നാ പറയാ. അത്രയ്ക്ക് മോശപ്പെട്ട മാസമാണ്. പിന്നെ മഴ കണ്ടില്ലേ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാ മോനെ ഇപ്പോ. ആദ്യമൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെയാ. അതെ, നിങ്ങൾ നോക്കിയേ, ആ ഉമ്മാനോട് കുറച്ച് പൈസ മേടിക്കാൻ വന്നാ. നാളെ ഇസാപ്പിന്റെ ലോൺ അടയ്ക്കണം മോനെ. പൈസ അല്ല, മോന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് തന്നേ. അതെ, 2 ദിവസത്തിനുള്ളിൽ കൊടുത്തരാം. ഇക്കാക്ക് 2 ദിവസം കഴിഞ്ഞാൽ ഒരു പണി കിട്ടും. അത് കിട്ടിയാ കൊണ്ടുതരാം. ഞാൻ നിന്റെ ഉമ്മ അടുത്ത് മേടിക്കാൻ വന്നാ. പൈസയാ? എന്ത് വർത്താനാ താത്ത പറയണത്? താത്താക്ക് അറിയാലോ എവിടുന്ന പൈസന്ന്. ആ കാറൊക്കെ എടുത്ത് ലോണല്ലേ, അതിന് അത്യാവശ്യം ലോണ് പോണുണ്ട്. എല്ലാണ്ട് അല്ലറ ചില്ലറ ചെലവ് അത്യാവശ്യം ഉണ്ട്. അതിനിടയിൽ എവിടെ താത്ത പൈസ? ഇവിടെ മരം കായ്ക്കുന്നുണ്ടോ പൈസയുടെ? അതെ, എന്നോട് 1,50,000 ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല മോനെ. ആൾക്കൂടി 2,000 റുപ്യ. അത് നിന്റെ ഉമ്മയുടെ സ്നേഹത്തിന്റെ പേരിൽ ചോദിക്കാൻ വന്നതാ. ഓ, 2,000 റുപ്യ ചോദിച്ചപ്പോ ഇല്ല, കാക്കിയുടെ മരം ഇല്ല. കാക്കിയുടെ മരം ഇല്ലാണ്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കണ്. ഓ, ഈ 2,000 കൊണ്ട് നാളൊന്നും വിടില്ലാട്ടാ മോനെ. അങ്ങനെ ഉപ്പാന്റെ സ്വഭാവം തന്നെയാ. ഉമ്മാന്റെ സ്വഭാവം ഒരു പൊടിക്ക് കിട്ടിയിട്ടില്ല. ആ പെണ്ണ് പാവാ, ഒറ്റ എണ്ണത്തിലും കിട്ടിയിട്ടില്ല സ്വഭാവം. ചോദിച്ചപ്പോ ഇല്ലാത്ര. ഓ, കൊടുക്കാണ്ടായപ്പോ എന്താ ദേഷ്യം, നാവിനൊരു കുറവില്ല അതിന്റെ. ഓ, പൈസക്ക് വേണ്ടി മാത്രമേ വരുള്ളൂ.